ദൈവ അനുഗ്രഹം ദൈവമക്കളിലേക്ക് വിളിച്ചു ചേർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേർന്നാണ് അടുത്ത വചന മണിക്കൂറിൽ നമ്മളായിരിക്കുന്നത്. ശ്രദ്ധ പറഞ്ഞ ഹാലേലുയ, 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 ഹാലേലുയ. നമ്മൾ ഈ സമയം ഒരു വെഞ്ചരിപ്പ് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പോവാണ്. വെഞ്ചരിപ്പ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവ അനുഗ്രഹം ദൈവമക്കളിലേക്ക് വിളിച്ചു ചേർക്കുന്ന വലിയ ഒരു ശുശ്രൂഷയാണ്. നമ്മളെല്ലാവരും വെഞ്ചരിപ്പ് ശുശ്രൂഷകളിൽ പങ്കുപറ്റുന്നവരാണ്. നമ്മുടെ വീട് നമ്മൾ വെഞ്ചരിക്കാറുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഭക്തവസ്തുക്കൾ നമ്മൾ വെഞ്ചരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും നമ്മൾ ഈ വെഞ്ചരിപ്പ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ പങ്കുചേരാറുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ വെഞ്ചരിപ്പ് പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത് ഒരു വലിയ ശുദ്ധീകരണം ആ മണ്ണിൽ, ആ വസ്തുക്കളിൽ, ആ വ്യക്തികളിൽ, ആ അന്തരീക്ഷത്തിൽ സംഭവിക്കുകയാണ്. ശ്രദ്ധ പറഞ്ഞ ഹാലേലുയ, ഹാലേലുയ, ഹല്ലേലുയ. ശുദ്ധീകരണം ഒരു വ്യക്തിയിലേക്ക് സംഭവിക്കുമ്പോൾ ആ വ്യക്തിക്ക് സകല പൈശാചിക പീഡകളുടെ മേലുള്ള അധികാരവും ദൈവമകളുടെ വലിയൊരു സ്വാതന്ത്ര്യവും ആ വ്യക്തി അനുഭവിക്കുകയാണ്. ഒന്ന് രണ്ട് വചനങ്ങൾ ഒന്ന് കുറിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 19 തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 19. മത്തായിയുടെ സുവിശേഷം 16:19. ഈ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇതൊരു വലിയൊരു വാഗ്ദാനമാണ്. ഈ ശുശ്രൂഷ സമയത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകുന്ന വാഗ്ദാനമാണ്. പലതരം ഉയർത്തിയ വചനം ഏറ്റുപറയുക. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിലും വലിയൊരു ഡെലിവറൻസ് കൃപ, വെഞ്ചരിപ്പിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഹാലേലുയ. ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നെ കെട്ടിയിട്ടിരിക്കുന്ന സകല തിന്മകളും കെട്ടഴിയട്ടെ. ഹല്ലേലുയ, ഹല്ലേലുയ. ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നെ അസ്വസ്ഥമാക്കുന്ന സകല തിന്മയുടെ ചിന്തകളും ഓർമ്മകളും ആലോചനകളും എന്നെ വിട്ടുപോവട്ടെ. കാലാകാലങ്ങളായി എന്നെയും എന്റെ കുടുംബത്തെയും പീഡിപ്പിക്കുന്ന തിന്മകളെ, അന്ധകാര ശക്തികളെ യേശുനാമത്തിൽ തിരുരക്തത്തിന്റെ ശക്തിയാൽ, തിരുക്കുരിശിന്റെ ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകം 26 അധ്യായം 6 തിരുവചനം. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 26 വേഴ്സ് 6. 26 അധ്യായം 6 തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും, നിങ്ങൾ ധൈര്യമായി സ്വൈര്യമായി വസിക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. പ്രത്യേകിച്ച് ഈ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ വീട് അന്തരീക്ഷങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ, അത് വന്യമൃഗങ്ങളാവാം, ക്ഷുദ്രജീവികളാവാം, ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കൃഷിയിടങ്ങളെയോ, നിങ്ങളുടെ വീട് അന്തരീക്ഷം, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി, നിങ്ങളുടെ ജീവിത വ്യാപാര മേഖലകളിൽ ഏതെങ്കിലും തിന്മകൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ലേവ്യരുടെ പുസ്തകം 26 അധ്യായം 6 തിരുവചനം. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന നാട്ടിൽ, ദേശത്ത്, മണ്ണിൽ ദൈവം സമാധാനം തരും. സമാധാനം പറഞ്ഞേ, എന്ത് തരും? സമാധാനം. പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള ഏതെങ്കിലും ഒരു പീഡ വരുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് നമ്മുടെ സമാധാനമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്: ഇതാ നിങ്ങൾ താമസിക്കുന്ന ദേശത്ത്, മണ്ണിൽ നിങ്ങൾക്ക് ഞാൻ സമാധാനം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സ്വൈര്യമായി വസിക്കും, നിങ്ങൾ സ്വൈര്യമായി വസിക്കും. നിങ്ങളുടെ വീട്ടിൽ സ്വൈര്യമായി വസിക്കുന്നതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം നമ്മൾ ദൈവമക്കളാണ്.
ആമേൻ, ആമേൻ. നിങ്ങളുടെ വീട്ടിലോ പരിസര പ്രദേശങ്ങളിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ സ്വൈര്യമായ സ്വസ്ഥമായ ജീവിതത്തെ ഏതെങ്കിലും കാര്യം ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ സമർപ്പിച്ച് നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ സ്വൈര്യമായ ജീവിതത്തെ, എൻ്റെ സമാധാനത്തെ എന്താണ് പീഡിപ്പിക്കുന്നത്, എന്താണ് അസ്വസ്ഥപ്പെടുത്തുന്നത്? ചില പീഡകൾ വന്നതിന് ശേഷം ഉറക്കം നഷ്ടപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്, ഓൺലൈനിൽ പങ്കെടുക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ചില ആളുകളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, ചില സംഭവങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, അതോടൊപ്പം തന്നെ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് മാനസികമായ രോഗപീഠയിലേക്ക് പോകുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. ഇതാ വചനം നൽകുന്നൊരു വാഗ്ദാനം എന്താണ്? ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. വലതുകര ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞേ, ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 6-ാം തിരുവചനം, ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും, നിങ്ങൾ സ്വൈര്യമായി വസിക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല, ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ശക്തിയാൽ എന്റെ കുടുംബത്തിന്റെ, എന്റെ വ്യക്തി ജീവിതത്തിന്റെ സമാധാനം തകർക്കുന്ന തിന്മകളെ യേശുവേ, 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 നിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരു രക്തത്തിന്റെ ശക്തിയാൽ ശാസിച്ചു പുറത്താക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസിയ പ്രവചനം, ബുക്ക് ഓഫ് ഹോസിയ 2-ാം അധ്യായം 18-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 2 വേഴ്സ് 18. ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഉടമ്പടി ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഒരു ഉടമ്പടി നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയുവാണ്, ദേ നിനക്ക് സമാധാനം തരാൻ, നിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തോട് ദൈവം ഒരു കരാറിൽ ഏർപ്പെടും, ഒരു കാരണവശാലും നിന്നെ തൊടാതിരിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ചില പീഡകൾ ഒരു വൈദികന്റെ കൈവെപ്പ് കിട്ടുമ്പോൾ, ഒരു വൈദികന്റെ വെഞ്ചരിപ്പ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ, ഇപ്രകാരമുള്ളൊരു കൂട്ടായ്മയിൽ വന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുമാറുന്നത്. ഇപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നിങ്ങളെ ചില കാര്യങ്ങൾ ഭാരപ്പെടുത്തുന്നുണ്ടാവും. നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി, ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ആ പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ മടുത്തിട്ടുണ്ടാവും. എന്താണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷ എന്നറിയോ? നമ്മൾ ഒരേ വിഷയത്തിന് വേണ്ടി ഇത്രമേൽ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ പെട്ടെന്ന് ഒരു ദൈവിക ഇടപെടലുണ്ടാകും. പ്രത്യേകിച്ച് വൈദികരുടെ സാന്നിധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കും. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തി ഏറ്റുപറയാം. ഹോസിയ പ്രവചനം 2-ാം അധ്യായം 18-ാം തിരുവചനം, ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശ പറവകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഉടമ്പടി ചെയ്യും, ഉടമ്പടി ചെയ്യും. ദൈവമേ, 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 എന്നെ, എന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ, പൈശാചിക പീഡകളെ, അന്ധകാര ശക്തികളെ, ഈ പ്രപഞ്ച ശക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരു രക്തത്തിന്റെ ശക്തിയാൽ വിടുതൽ സംഭവിക്കട്ടെ, കെട്ടഴിയട്ടെ, കെട്ടഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധികാരം യേശു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 28:18, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈശോ പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും, അതായത്
യേശു കുരിശിൽ സാത്താനെ തോൽപ്പിച്ച് നമുക്ക് വേണ്ടി ജീവൻ നേടിത്തന്നപ്പോൾ ഈശോ ഇതാ ദൈവജനത്തോട് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിൻ്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ലഭിച്ചു? യേശു കുരിശിൽ തൻ്റെ രക്തം വിലയായി കൊടുത്ത് സാത്താനിൽ നമ്മളെ സ്വന്തമാക്കി. നമ്മുടെ മേലുള്ള അധികാരം യേശു സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ വിശ്വസിക്കണം, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ഓരോ വ്യക്തിയും പറഞ്ഞേ, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. എൻ്റെ വീട് യേശുവിൻ്റെ സ്വന്തമാണ്. സാത്താൻ എൻ്റെ മേൽ അവകാശമില്ല. സാത്താൻ എൻ്റെ കുടുംബത്തിന്റെ മേൽ അവകാശമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. ഈ സമയം ഇതാ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കപ്പെട്ട എല്ലാ അഭിഷിക്തരും ഇതാ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഇതാ ബഹുമാനപ്പെട്ട വൈദികർ നിങ്ങൾക്ക് വേണ്ടി വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു എന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട അഭിഷേക അധികാരത്താൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവജനത്തെയും വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച്, ദൈവമേ, ഒരു പുത്തൻ അഭിഷേകം എൻ്റെ ശരീരത്തിലേക്ക് സംഭവിക്കട്ടെ. ഏതെങ്കിലും പൈശാചിക പീഡകൾ നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത്, കർത്താവേ, എൻ്റെ ശരീരത്തിന് വലിയ സ്വാതന്ത്ര്യം നൽകണമേ. എന്നെ പീഡിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ, ദുശീലങ്ങൾ, അടിമത്തങ്ങൾ കർത്താവിനെ വിട്ടു പോവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സിന്റെ ഭാരമേഖലകളെ സമർപ്പിക്കുക. കാൽവരിയിൽ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു ഇതാ രക്തം വഴി നമുക്ക് നേടിത്തന്ന രക്ഷ ഇതാ ഈ സമയത്ത് ഓരോ വ്യക്തികളിലേക്ക് വെളിപ്പെടുന്ന സമയം. നിന്റെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന സമയം. മനസ്സിന്റെ ഭാരങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്ന സമയം. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും മനസ്സിലൊന്ന് കാണണം. ഇതാ യേശുവിന്റെ രക്തം നിന്റെ വീടിന് ചുറ്റും തളിക്കപ്പെടുന്നത് മനസ്സിൽ നീ കാണണം. നിന്റെ വീട്ടിലെ ഓരോ മുറികളും മനസ്സിൽ കാണണം. ഓരോ മുറിയിലും ഇതാ യേശുവിന്റെ രക്തം തളിക്കപ്പെടുന്ന സമയം. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവജനമേ, ഉള്ളൊരുങ്ങി വിളിക്കണം. ഈ ശുശ്രൂഷ സമയത്ത് സ്വർഗത്തിന്റെ ശക്തി ദൈവമക്കളിലേക്ക് വിളിച്ചു വരുത്തുന്ന അത്ഭുത ശക്തിയുടെ സമയം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, എന്റെ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട അഭിഷേക അധികാരങ്ങൾ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് എടുക്കട്ടെ. ഒരു പുതിയ അഭിഷേകം ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും സംഭവിക്കപ്പെടട്ടെ. ഓ, ദൈവത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ഈശോയെ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. The mighty power, the mighty power, the mighty power, the mighty power in the name of Jesus, by the blood of Jesus, by the power of the Holy Cross. Oh, സ്വർഗത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കൈയടിച്ച് പാടി പ്രാർത്ഥിച്ചേ. ഈ സമയം ഹന്നാമളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ഇതാ വിശുദ്ധ വൈദികർ നിങ്ങളുടെ പക്കലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. വിശ്വസിച്ചു. എസെക്കിയേൽ പ്രവചനത്തിന്റെ പൂർത്തീകരണം ഈ മണ്ണിൽ സംഭവിക്കപ്പെടുകയാണ്. എസെക്കിയേലിന്റെ പ്രവചനം 36-ാം അധ്യായം 25-ാം തിരുവചനം. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലമാക്കും. സംഭവിക്കട്ടെ.
കൈയടിച്ചേ ശക്തിയോടെ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ, മുക്കണമേ, കഴുകണമേ, കാക്കണമേ. കരങ്ങൾ ഉയർത്തി. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ, മുക്കണമേ, കഴുകണമേ, കാക്കണമേ. കൈകൾ ഉയർത്തി. നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, നിന്റെ കരുണയിൽ നിന്റെ കരുണയിൽ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈശോയേ, സ്വർഗത്തിന് ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ സ്വർഗത്തിന്റെ അഭിഷേകം ഓരോ ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. കാലാകാലങ്ങളായിട്ടുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ. ഇന്ന് ഈ മണ്ണിലോട്ട് കടന്നു വരുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. കൈയടിച്ചേ. നന്നായിട്ട് കൈയടിച്ച പോരാ, വിശ്വസിക്കണം. എന്റെ ശരീരത്തിന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. പോരാ, നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. ഓ ദൈവമേ, എന്റെ ഈ ശരീരത്തിന്റെ അവകാശം അങ്ങേക്കാണ്. രോഗികളായിട്ടുള്ളവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. മനസ്സിന്റെ ഭാരങ്ങളെ സമർപ്പിച്ച് കൈയടിക്കുക. യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന ഒരു അടയാളം, കാണപ്പെടുന്ന ഒരു അത്ഭുതം എന്റെ മേൽ സംഭവിക്കട്ടെ. തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം, വിടുതൽ നേടാൻ വിധയായി നൽകിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം, കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം, വിടുതൽ നേടാൻ വിധയായി നൽകിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം, ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിനഭിഷേകം, 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 കൈകൾ ഉയർത്തി കൈയടിച്ച്. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ, ഈശോയേ, കരുണയിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഈശോയേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയിൽ ആശ്രയിക്കുന്നു, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ദൈവജനം ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അനേകരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. കാലാകാലങ്ങളായുള്ള അനേക തിന്മയുടെ കെട്ടുകൾ കർത്താവ് അഴിക്കുന്നു. പാരമ്പര്യ രോഗപീഠകൾ കർത്താവ് അഴിക്കുന്നു. നിന്റെ ജീവിതത്തെ പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ കർത്താവ് അഴിക്കുന്നു. ദുശീലങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുകയാണ്. മടി, അലസത കർത്താവിന്റെ ശക്തിയാൽ നിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ. ഉത്തരവാദിത്ത ബോധം ഓരോ വ്യക്തിയിലേക്ക് നൽകപ്പെടുന്നു. കുറ്റബോധത്തിന്റെ അനുഭവത്തിൽ നിന്ന് കർത്താവ് അനേകരെ വിടുവിക്കുന്നു.
ജഡിക പാപങ്ങളുടെ പീഡയിൽ നിന്ന് കർത്താവ് ഇതാ നിന്നെ സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരുന്ന സമയം മൊബൈൽ ഫോണിന്റെ അടിമത്തത്തിൽ നിന്ന്, മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ നിന്ന്, തിന്മയുടെ കൂട്ടുകെട്ടിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കുന്ന സമയം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നിനക്ക് എത്രത്തോളം സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാമോ അത്രത്തോളം സ്വരമുയർത്തി ദൈവജനം ഒരുമിച്ച് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ഈശോയ്ക്ക് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചേ. കുരിശിനാൽ കർത്താവെ അങ്ങനെ നേടി, കുരിശിനാൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.